ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചെമ്മീൻ റെസിപ്പിയുമായിട്ടാണ്. ബട്ടർ ഗാർലിക് ചെമ്മീൻ. അപ്പോൾ ആദ്യമായി ഇതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും ബട്ടറിന്റെ ഫ്ലേവർ വരുന്നത് കാരണം നമുക്ക് ആദ്യം ഈ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ നമ്മൾ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ വേവാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം സമയം മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ചെമ്മീൻ വേഗം വെന്ത് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഇതിൽ തന്നെ വെച്ചാൽ മതിയാകും. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ഒനിയൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഈ ഗ്രീൻ ഒനിയൻ കുറച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞു കൊടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ ഇപ്പോൾ നമ്മുടെ പ്രോൺസിൽ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയുടെയും ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ ചെമ്മീനിൽ പിടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ പ്രോൺസ് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗാർലിക് ബട്ടർ പ്രോൺസ് റെഡി. നമ്മുടെ ഗാർലിക് ബട്ടർ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും വേണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം.